ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ രാത്രി ഈ പമ്പിലാണ് കേട്ടോ, ഗോവയിലുള്ള ഈ ഒരു പമ്പിലാണ് സ്റ്റേ ചെയ്തത്. വണ്ടിയിൽ വെള്ളമില്ലല്ലേ, ചെക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതോട്ട് ചുമ്മാ ഒന്ന് നോക്കിയതാണ്. ഒട്ടും വെള്ളമില്ലായിരുന്നു. ഭയങ്കര കൊതുകായിരുന്നു കേട്ടോ. ഇന്നലത്തെ ഈ നമ്മൾ വന്നതിൽ 4ാമത്തെ ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് 5ാമത്തെ ദിവസം. 3 ദിവസവും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിടന്നുറങ്ങാൻ. ഭയങ്കര കൊതുകും ചൂടും ഒക്കെ ആയിരുന്നു. പമ്പും പണിയിട്ടിരിക്കുക. വണ്ടി റേഡിയേറ്റർ ലീക്കാണ്. അതാ അപ്പോൾ അതും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇവിടെ വർക്ക്ഷോപ്പൊന്നും ഇല്ല. നമ്മൾ പഴയൊരു മഹേന്ദ്ര ഷോറൂമിലോട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് മുമ്പ് നോക്കുമായിരുന്നു, ഇപ്പം നോക്കില്ല. അങ്ങനെ ഇവിടെ പറഞ്ഞു വിട്ടിരിക്കുക. ഇതൊരു പഴയൊരു ഗാരേജാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഞായറാഴ്ച ദിവസം ഒരു വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചു. അത് ഒരുപാട് സ്ഥലത്ത് കറങ്ങി ലാസ്റ്റ് ഒരു വർക്ക്ഷോപ്പിലെത്തി. ഞായറാഴ്ച ദിവസം ഒരിടത്തും വർക്ക്ഷോപ്പില്ല. സീനൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. ജനി ആകെ ഡബ്ല്യൂട്ടിരിക്കുകയാണ്. കാര്യം രാവിലെ കിട്ടിയ പണിയാണ്. എന്താവോ എന്തരാവോ. നമ്മൾ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. മെയിനായിട്ട് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. അതുപോലെ നമ്മുടെ സ്വന്തം സ്ഥലത്താണെങ്കിൽ നമുക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇത് നമ്മുടെ സ്ഥലത്തല്ല. ആരൊക്കെ എങ്ങനെയൊക്കെ പെരുമാറും നമുക്കൊന്നും പറയാൻ പറ്റില്ല. തേക്കൂലേ എന്നൊക്കെ പറഞ്ഞു. കട്ടായി, മേളിലൊക്കെ കട്ടായിട്ടുണ്ട്. പുതിയത് കിട്ടും ചേച്ചി. ഇന്ന് രാവിലെ ആരെ കണിയുണ്ടെന്ന് അറിയാൻ വയ്യ. കിട്ടിയത് കേടെല്ലാം പണി. ഞായറാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് നല്ല സൂപ്പർ പണി. വർക്ക്ഷോപ്പ് തിരക്ക് രാവിലെ കുറേ പോസ്റ്റായി. ഇപ്പം വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ട്യൂബ് അതാണ് പോയത്. ഇനിയിപ്പോൾ അത് കഴിക്കണമെന്ന് പറഞ്ഞു. അതിന് ഒരു 1 hour ആവും. നമ്മളിവിടെ വന്നിട്ട് തന്നെ ഒരു 1.5 മണിക്കൂറായി. ബീച്ചിങ് കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. ഗോവയിൽ വന്നിട്ട് വർക്ക്ഷോപ്പ് മാത്രമേ കണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ കാണാം. നാളെ നമ്മൾ തിരിക്കാന്നുള്ള പ്ലാനായിരുന്നു. ഇനി ഇവിടെ ഇന്ന സമയം എടുക്കും, 1 hour ആവും. ഇനി ഇവിടെ 2-3 സ്ഥലത്ത് കാണാമെന്നുള്ള പ്ലാനായിരുന്നു. അതിനിപ്പോൾ എങ്ങനെ ചേഞ്ച് ആവും എന്തായാലും നാളെ തിരിക്കും. ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുത്തിരിക്കുകയാണ്. ദീപു ചേട്ടൻ സ്നോയിനെ പുറത്തോട്ടൊന്ന് ഇറക്കി. ഇപ്പം ഒന്നും കഴിച്ചിട്ടില്ല. വെള്ളം വാങ്ങിക്കാൻ നേരത്തെ വരെയാണേ. നോക്ക് കണ്ട, ഇവിടെ എല്ലാം വൈൻ ഷോപ്പാണേ. അവിടെ നിന്ന് ബിയർ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ കുടിക്കുന്നുണ്ട് ആൾക്കാർ. സമയം 3:30 ഇത്രയും ടൈം നമ്മൾ ആ വർക്ക്ഷോപ്പിൽ ഇരുന്നു. ദൈവമേ, ഇതുപോലെ പോസ്റ്റ് ആയിട്ടില്ല. ചൂടും ഒന്നും ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല. ചെറുതായിട്ട് കുക്ക് ചെയ്യാനും പറ്റില്ല. അവിടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ അവിടെ ഹോട്ടലും ഒന്നും ഇല്ലായിരുന്നു. എന്റെ സ്നോ മീനാക്ഷി കണ്ടോ? മീനാക്ഷി ആണെങ്കിൽ ഉറക്കം. അവിടെ ചെന്ന് കയറി തൊട്ട് ഈ സമയം വരെ ഉറക്കം. പതുക്കെ പോ. റൈറ്റ്. അപ്പൊ നമ്മള് ബാഗ ബീച്ചിലാട്ടാണേ പോണത്. ആ ബാഗ ബീച്ചിലോട്ട് പോണ വഴിക്ക് തന്നെയായിരുന്നു ഈ വർക്ക്ഷോപ്പ്. അപ്പം വലത്തോട്ട് തിരിഞ്ഞു പോവാം. ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. ബാഗ ബീച്ചിലെത്തി. ബാഗ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ്. ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ടാറ്റു ഷോപ്പുണ്ട്, പിന്നെ ടീഷർട്ട്, അതിൻ്റെയൊക്കെ ഒരുപാട് കടകളുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കടലിൽ കുളിച്ചാലും ഫ്രഷ് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. കുളിക്കാനും ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ പാർക്കിങ്ങും ഭയങ്കര വലിയ പാർക്കിംഗ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ബാഗ ബീച്ച്. നമ്മൾ സ്നോയെ മീനാക്ഷിനെയും വണ്ടിക്കകത്ത് ഇരുത്തിയിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, ഭയങ്കര തിരക്കല്ലേ. അപ്പം കൊണ്ടുവരാനുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് പോകാനുള്ള പ്ലാനാണ്. പബ്ലിക്കായിട്ട് നടത്തിയാൽ കുഴപ്പമില്ല.
അങ്ങനെ ദീപു ചേട്ടൻ ബാഗ ബീച്ചിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഭയങ്കര ബഹളമാണ് കേട്ടോ, വോയിസ് കേൾക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു നൈറ്റൊക്കെ ഭയങ്കര പൊളിയായിരിക്കും കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും. ഭയങ്കര തിരക്ക്. ഡാൻസ് അങ്ങനെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും നട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറിയേക്കാം. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റുകളാണ്, പല വെറൈറ്റീസ് ചോക്ലേറ്റുകളാണ്. ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഇത് കടലിനകത്തുള്ള ഉള്ളിലുള്ള കല്ലുകളും അതിലുള്ള ചെടികളും ഒക്കെ ആണെന്നാണ് അവർ പറയുന്നത്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. പല ഷേപ്പിലും പല കളറിലും ഒക്കെ ഉള്ള കല്ലുകളുണ്ട്. ഗോവയിലെ തിരക്കേറിയ പാർക്കിംഗ് ഉണ്ടോ? ഇതൊന്നുമല്ല, ഇതിനകത്ത് പോകുമ്പോൾ നമ്മളെ വണ്ടിക്ക് ലാസ്റ്റാണ് കിടക്കുന്നത് കേട്ടോ. നല്ല തിരക്കാണ്. ഇനി അങ്ങനെ ഗോവയിൽ വന്നിട്ട് കുടിക്കാനുള്ള സ്നാക്സുമായിട്ട് പോവുകയാണ്. കുപ്പി മേടിച്ച് നേരത്തെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇനി വേണം പോയിട്ട് അത് കുടിച്ചിട്ട് ഞാനുമായിട്ട് അടി ഉണ്ടാവാൻ കേട്ടോ. അതിനുള്ള പുറപ്പാടാണ് ഈ പോണത്. വെള്ളം വരെ മേടിക്കാണ്ട് പോവാ. ട്രൈ അടിക്കാനുള്ള പുറപ്പാടാണ് എനിക്ക് തോന്നുന്നത്. കുടിക്കൂലേ? കമിഴ്ത്ത് മുഖത്ത് വയ്ക്കാൻ, ചിരിക്കാതെ മുഖത്ത് വെക്കാൻ പറയാം. അപ്പോൾ നമ്മളെ പാർക്കിങ്ങിലോട്ട് കിടക്കുകയാണ്. നമ്മളെ പിള്ളേർ വണ്ടിയിലുണ്ട് കേട്ടോ. ബാഗ ബീച്ചിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഒന്ന് കടുക്കും. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ കിടക്കുകയാണ്. ഇനിയും ഉണ്ട് ഒരു 200 മീറ്ററോളം വണ്ടികൾ ഇങ്ങനെ ക്യൂ ആയിട്ട്. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് തിരക്ക്. വണ്ടി ഇവിടെ നിന്ന് വെളിയിൽ ഇറക്കി കിട്ടിയാൽ മതി. സ്നോയ്ക്ക് ചൂട് കാരണം സ്നോയ്ക്ക് ചൂട് പറ്റൂല. പിന്നെ ഞാൻ നനഞ്ഞ തുണിയൊക്കെ ദേഹത്ത് ഇങ്ങനെ വെച്ച് തുടച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വാങ്ങിച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ് 200 രൂപ. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിനകത്തുണ്ട് കേട്ടോ. എല്ലാ ഐറ്റവും ഉണ്ട്. എനിക്ക് പേരറിഞ്ഞൂടാത്ത കുറേ സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. മീനാക്ഷി ഉണ്ടോ? മീനാക്ഷിയേ, കവറ് പൊട്ടിക്കാൻ സൗണ്ട് കേട്ട് വന്നതാണ്, പക്ഷെ കഴിക്കൂല. ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. അഴുക്കായിരിക്കും. ഇവിടെയൊക്കെ കിടന്ന് ഉരുണ്ട് വെള്ളത്തിലൊക്കെ കിടന്ന് കളിച്ച്. മീനാക്ഷി അങ്ങനെ നമ്മൾ ബീച്ചൊക്കെ കണ്ടിട്ട് ഇനി സന്ധ്യയായി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പോൾ ഒരു പമ്പ് കണ്ടെത്തണം. നിങ്ങൾ ഈ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഭയങ്കര രസമുള്ളൊരു ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ലൈറ്റൊക്കെ വന്ന് ഈ ഒരു ടൈമിൽ അടിപൊളിയാണ് വ്യൂ. ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ്. അടൽ സേതു ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. പഞ്ഞിം ബ്രിഡ്ജ് എന്നും പറയും കേട്ടോ. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മീനാക്ഷി, നമ്മൾ ഇന്നലെ ഈ റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ പാർക്ക് ചെയ്തത്. ഒരു പെട്രോൾ പമ്പ് കിട്ടിയില്ല. പിന്നെ ഈ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോകണം, ഏതെങ്കിലും പമ്പ് കാണണം, ഫ്രഷ് ആവണം. അതിനുള്ള പുറപ്പാടിലാണ്. ഈ സാധനങ്ങളെല്ലാം ഒതുക്കണം. ഒതുക്കിയിട്ട് വേണം പോകാൻ. സ്നോയ്ക്ക് ഭയങ്കര ക്ഷീണം. സ്നോ ഉറങ്ങിയിരിക്കുന്നില്ല. ഇന്നലെ സ്നോ ഇവിടെ തന്നെ ബെഡിൽ തന്നെ കിടക്കാൻ വേണ്ടി രാത്രി കെട്ടിയിട്ട്, അല്ലെങ്കിൽ സ്നോ ഇങ്ങനെ ബെഡിൽ നിന്ന് മാറി അങ്ങ് നോക്കട്ടെ. കണ്ട
നച്ചി. അപ്പോൾ ശരി, നമുക്ക് പോവാം. ഇന്ന് നമുക്കിവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. പള്ളി കാണാനുള്ള പ്ലാനിലാണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണമാണ് ജെനി ഉണ്ടാക്കുന്നത്. ഇതാ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയാണ്. ചായയും കൂടെ ഉണ്ടാക്കണം. ചായ എന്തായാലും പാൽപ്പൊടിയാണ്, പൊടിയല്ലേ ഇത്? പാൽപ്പൊടി. ഇപ്പോൾ സമയം 10:45. രാവിലെ പമ്പിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി, പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അവിടെ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നേരെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇന്ന് പോണത് ഒരു ചർച്ചിലാണ് പോണത്. അതായത് നല്ല വർഷപ്പഴക്കമുള്ളൊരു പഴയ പണ്ട് കാലത്തെ ആരോഗ്യം പോർച്ചുഗീസ് ആരെ പോർച്ചുഗീസുകാരുടെ 1590 എത്രയാണെന്ന് തോന്നുന്നു. ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പം അത്രയും വർഷത്തെ പഴക്കമുള്ളൊരു ചർച്ചാണ്. ഇന്നലെ നൈറ്റ് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ച് അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ നിന്ന് രാവിലെ വീഡിയോ എടുത്തിട്ട് വരാമെന്ന് വെച്ചു, സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ അവിടെ ക്ലോസ്ഡായിരുന്നു. അവിടെ 6 മണിക്കെന്തോ ക്ലോസ് ചെയ്യും. പക്ഷേ നൈറ്റ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാര്യം ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകും. നമ്മൾ ഓൾഡ് ഗോവയിൽ എത്തിയേട്ടാ. ഓൾഡ് ഗോവയിലാണ് ഈ ചർച്ച ഉള്ളത് കേട്ടോ. ബസലിക്ക ബോൺ ജീസസ് ചർച്ച്. ഇത് ഓൾഡ് ഗോവയിലെ കടകളാണ്. പോർച്ചുഗീസുകാർ എനിക്ക് തോന്നുന്നു പണ്ട് ഇവിടെ തന്നെ ആയിരുന്നു തോന്നുന്നു. കാരണം ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും അവരുടെ ആ ഒരു സ്റ്റൈലിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ. അപ്പം നമ്മൾ ഇന്നലെ രാത്രി ഇതുവഴി വന്നായിരുന്നു, പക്ഷെ പള്ളിയിൽ കയറാൻ പറ്റി. അറിയാം മോട്ട വഴി. റോഡൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമാണ് ഗോവ. പിന്നെ മെയിൻ പ്രശ്നം ഇവിടുത്തെ ഒരേ പ്രശ്നം, മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോലീസുകാർ പെറ്റി തന്നെ. എവിടെ നോക്കിയാലും ചെക്കിങ്, പെറ്റിടിച്ചോണ്ടിരിക്കും. എവിടെ നോക്കിയാലും നൂല് പിടിച്ചോണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ചില റോഡൊക്കെ 30 സ്പീഡ്. ഇങ്ങനെ നോക്ക് ദൂരം അവന്മാര്. നമ്മൾ മാക്സിമം ഈ റോഡിൽ വരുമ്പോഴത്തേക്കും ബോർഡുകൾ നോക്കാം, ചെറിയ ബോർഡുകളാണ് വെച്ചിരിക്കണേ. ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റൂല നമുക്ക്, നമ്മളങ്ങനെ വിട്ടു പോകും. പക്ഷെ അവന്മാർ അവിടെ നിൽക്കും ഇങ്ങനെ. പിന്നെ ഇന്നലെ രാത്രി പോലീസ് പിടിച്ചപ്പോൾ എന്തോ ഭാഗ്യത്തിന് കിട്ടും. കാരണം ഇവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അയാൾ ഇച്ചിരി പാവമാണ് തോന്നുന്നു അല്ലേ. അല്ലെങ്കിൽ ഉറപ്പായിട്ട് 2000 രൂപ. വേറെ കാര്യം വെച്ചാൽ അയാൾ ചുമ്മാ പറഞ്ഞാന്ന് തോന്നുന്നത് പൈസ മേടിക്കാൻ വേണ്ടി. അതായത് നമ്മൾ വേറെ റോഡിൽ കയറിയെന്നാ പറഞ്ഞത്. അയാൾ പറഞ്ഞത് പക്ഷേ അതേ റോഡിൽ കൂടെ അവര് പോയത്, നോ എൻട്രിയിൽ കയറി എന്നാണ് പറഞ്ഞത്. പക്ഷെ അതേ ആ റോഡിൽ കൂടെ തന്നെ അവര് കയറി വന്നിട്ട് നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. എന്തൊക്കെയാണ് സംഭവം നമുക്ക് ഇറങ്ങാം. ഇരിക്കാൻ ചർച്ച് ഒരു ഹെവി ചർച്ചാണ്, അടിപൊളി ചർച്ചാണ്. അപ്പോൾ ചോദിച്ചിട്ട് പോകും. രാവിലെ അടിച്ച് ഫിറ്റ് ചോദിച്ചോ ചോദിക്കാം. പുള്ളിക്ക് കാണാൻ വയ്യാതെ ഇവിടെ സംഭവം മുക്കിന് മദ്യശാലകളാണ്. നമ്മൾ അവിടുത്തെ പലവ്യഞ്ജന കട പോലെ അവിടെ ഇഷ്ടം പോലെ ക്യൂ ഒന്നും നിൽക്കട്ടെ, എവിടെ വേണോ. പിന്നെ ഒരു കാര്യം ഉണ്ടാട്ടെ, ഇവിടുത്തെ പിള്ളേരൊക്കെ പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ ഒന്ന് വൈൻ ഷോപ്പിന് കയറി വന്ന ഫ്രണ്ട് വന്നിട്ട് മേടിക്കുന്നു, കുടിക്കുന്നു, പൊടിക്കുന്നു, താ പോകണം. അതായത് നമ്മള് ജ്യൂസ് കുടിക്കുമ്പോൾ വാങ്ങിക്കും, അതിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബിയറൊക്കെ കുടിക്കും. അതായത് ഒരു പയ്യനും പെണ്ണും എപ്പോഴും ബൈക്കിലുണ്ടാവും. ഇങ്ങനെയാണ് കൂടുതൽ ഇവിടെ അവരെ കറക്കം. മീനാക്ഷി ബ്രേക്ക് പിടിക്കാൻ വേണ്ടി വന്നു. സംഭവം തണുപ്പ് തേടിയാണ് ഇങ്ങനെ നടക്കുന്നത്. എനിക്കൊന്ന് ഈ ഭാഗത്ത് തണുപ്പ് കാണും. പിന്നെ
ബോട്ടിലാണോ വെള്ളത്തിന്റെ ക്യാനിന്റെ ആ ഭാഗത്ത് ചെന്ന് കിടക്കും. ആണെന്തോ നമ്മളൊരു റൗണ്ട് വെച്ച് ചോദിക്കട്ടെ. बेसिलिका चर्च कहाँ है? ये मेन चर्च बेसिलिका बम जो चर्च सेंट फ्रांसिस जेवियर चर्च एक ही गॉड है वो इधर और वो क्रॉस है ना वो क्रॉस के ऊपर कैंडल लगा के अंदर जाता है या आप लोग कैंडल भी लगाओ अपने आरोग्य 50 रुपये 50 पैसे लो। ये मेन चर्च ये देखने के बाद इधर आएगा ये म्यूजियम सेंट फ्रांसिस असिस्टेंट चर्च कैथीड्रल चर्च देखने का और ऊपर एक कार पार्क करने लिए आपको ऊपर 100 रुपया लेता है आपको नीचे लगेगा तो 3% से आपको किधर लगाने का लगा बाद में ऊपर जाने का ये गाड़ी लेके सॉरी मेरे पास 40 रुपये है गूगल पे पर है और भी करना पड़ेगा उधर करना पड़ेगा 10 रुपया आए थे नहीं ओनली 40 रुपीस आए थे दियो नहीं तो बिल्ली लेके आएगा बिल्ली है और कुत्ता है वैक्सीन फैमिली से घर से आपको लेके आए घर में कोई नहीं है देखने के लिए देखने को कोई नहीं आप दोनों दोनों आपको उधर देखो पार्किंग उधर करना है थैंक यू सर ये उसको ये करता है थैंक यू सर थैंक यू ഓ സ്നോയെ വിട് പാവം ആദ്യം ഈ പള്ളി അതാണ്ട് ഇത് തന്നെ. അപ്പോൾ ഇതാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞ ചർച്ച്. ബോം ജീസസ് എന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ് ജീസസ്, അതായത് ഉണ്ണി യേശു എന്നാണ് കേട്ടോ അർത്ഥം. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ചെങ്കല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അങ്ങനെ പുറമേ പൂശിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സൗന്ദര്യം, ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഗോവയിൽ വന്നിട്ട് ബീച്ചിനെക്കാട്ടിലും നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് ഈ ചർച്ച് തന്നെയാണ് കേട്ടോ. ഗോവയിലെ ഒരു ഐക്കോണിക് സ്പോട്ട് തന്നെയാണിത്. ഇത് 3 നിലകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പോർച്ചുഗീസുകാർ പണിത പള്ളി എന്നാണ് പറയുന്നത് കേട്ടോ. എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ അമ്മ ഹെവി ഒരു പള്ളി അല്ലേ? പിന്നെ ഒരു സെറ്റിട്ട പോലെ തോന്നണം കേട്ടോ. ചർച്ചിനകത്ത് ക്യാമറ കയറ്റില്ല കേട്ടോ. നമുക്ക് ചുറ്റും നടന്ന് കാണും. നമ്മളകത്ത് കയറി പ്രാർത്ഥിക്കണം. 1594 ഇതിൻ്റെ പണി തുടങ്ങി. 1605 ഇതിൻ്റെ പണി പൂർത്തിയായത്. അങ്ങനെ ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് സേവിയർ എന്നൊരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധൻ്റെ ഭൗതിക ശരീരം ഈ ദേവാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 450-60 വർഷത്തോളം പഴക്കമുണ്ട് അതിന്. ഇതിലൊരു അത്ഭുതമായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ 460ഓളം വർഷം പഴക്കം ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് സേവിയർ എന്ന് പറഞ്ഞ വിശുദ്ധൻ്റെ ശരീരം അഴുകിയിട്ടില്ല എന്നതാണ്. വെള്ളി കൊണ്ട് പണിത ഒരു പേടകത്തിലാണ് കേട്ടോ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല ഓരോ 10 വർഷം കൂടുന്തോറും ഡിസംബർ 3 ഓരോ 10 വർഷം കൂടുന്തോറും ഈ ശരീരം പൊതുദർശനത്തിന് വെക്കാറുണ്ട്. ലാസ്റ്റ് വെച്ചതെന്ന് പറഞ്ഞാൽ 2014 ഇനി ഈ 2024 ഡിസംബർ 3 ഇനി പൊതുദർശനത്തിന് വെക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്ക് അടുത്ത് തന്നെ അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് തടിയിൽ പണിത ഒരുപാട് വിശുദ്ധന്മാരെ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. മൊത്തത്തിൽ അടിപൊളി ഒരു കാണേണ്ട ഒരു പള്ളി തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ ഗോവയിൽ വന്ന് ബീച്ചിൽ മാത്രം കറങ്ങിയാൽ പോലെ ഇങ്ങനൊരു പള്ളി ഇവിടെ ഉണ്ട്, ഒരു ചർച്ച ഇവിടെ ഉണ്ട്. ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്.